നയതന്ത്രത്തിന്റെ ചടുലതയല്ല, മറിച്ച് അതിന്റെ പ്രകടമായ ഇരട്ടത്താപ്പും സ്ഥിരതയില്ലാത്ത നിലപാടുകളുമാണ് ഒരിക്കൽ കൂടി ആഗോള രാഷ്ട്രീയ വേദികളിൽ ചർച്ചയാകുന്നത്. ലോകത്തിന്റെ സമാധാന പാലകർ എന്ന വേഷമണിഞ്ഞ് ആഭ്യന്തര രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി എന്തിനേയും ആയുധമാക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ്. വ്ളാഡിമിർ പുടിനെതിരെ ഒരു പത്രത്തിന്റെ എഡിറ്റോറിയൽ പങ്കുവെച്ചുകൊണ്ട് ട്രംപ് ഉയർത്തുന്ന ശബ്ദം കേവലം ഒരു വിമർശനമല്ല, മറിച്ച് പ്രതിസന്ധികളെ സ്വന്തം ലാഭത്തിനായി വഴിതിരിച്ചു വിടുന്ന അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ കപടമുഖമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. മുതലക്കണ്ണീർ എന്ന പ്രയോഗം പുടിനുമേൽ ചാർത്താൻ ശ്രമിക്കുന്നതിലൂടെ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും റഷ്യയെ ലോകത്തിനു മുമ്പിൽ വീണ്ടും ഒരു വില്ലനായി ചിത്രീകരിക്കാനുമാണ് ട്രംപ് ശ്രമിക്കുന്നത്. യുക്രൈൻ സമാധാന ചർച്ചകളിൽ പുടിൻ തടസ്സം നിൽക്കുന്നുവെന്ന് ആരോപിക്കുന്ന ന്യൂയോർക്ക് പോസ്റ്റ് എഡിറ്റോറിയലാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത്. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ സമാധാന കരാറിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന ട്രംപ് പുടിനുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ഈ കടുത്ത നിലപാടിലേക്ക് മാറിയത് എന്നാണ് റിപ്പോർട്ട്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രധാന സ്വഭാവം എന്നത് തങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ആഖ്യാനങ്ങൾ ചമയ്ക്കുക എന്നതാണ്. യുദ്ധം തങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അവർ യുക്രൈൻ എന്ന കരുവിലൂടെ പുതിയ ആരോപണങ്ങൾ മെനഞ്ഞെടുക്കും. അതല്ല സാമ്പത്തികമായ ആധിപത്യം ഉറപ്പിക്കാനാണെങ്കിൽ നൈതികതയുടെയും മനുഷ്യാവകാശത്തിന്റെയും പൊയ്മുഖമണിഞ്ഞ് ഉപരോധങ്ങൾ പ്രഖ്യാപിക്കും. സ്വന്തം അതിർത്തികൾക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ മുൻഗണന മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തലയിടാനും അവിടെ അശാന്തിയുടെ വിത്തിടാനും അമേരിക്ക എക്കാലവും ശ്രദ്ധിച്ചിട്ടുണ്ട്. പുടിനെ പരിഹസിക്കാൻ ശ്രമിക്കുന്നതിലൂടെ തന്റെ രാഷ്ട്രീയ അസ്തിത്വം വീണ്ടും തെളിയിക്കാമെന്നാണ് ട്രംപ് കരുതുന്നത്. എന്നാൽ സമാധാന ചർച്ചകളിൽ നിന്ന് റഷ്യ പിന്നോട്ട് മാറുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള അമേരിക്കയുടെ ഈ ആസൂത്രിത നീക്കം ആഗോള രാഷ്ട്രീയത്തിൽ അവരുടെ വിശ്വാസ്യതയെ വീണ്ടും തകർക്കുകയുള്ളൂ. ട്രംപ് പങ്കുവച്ച എഡിറ്റോറിയൽ റഷ്യയുടെ ആരോപണങ്ങൾ തെളിയും മുമ്പേ തള്ളിക്കളയുന്നു. യുക്രൈൻ നിഷേധിച്ചാൽ അതാണ് അവസാന വാക്ക് എന്ന നിലപാട് പാശ്ചാത്യ മാധ്യമങ്ങൾ വർഷങ്ങളായി സ്വീകരിച്ചു വന്നിരിക്കുന്ന ഒന്നാണ്. യുദ്ധകാലത്ത് വിവരയുദ്ധം നടക്കുന്നുവെന്ന അടിസ്ഥാന സത്യം പോലും അംഗീകരിക്കാതെ റഷ്യ പറഞ്ഞാൽ നുണയും മറുവശം പറഞ്ഞാൽ അത് സത്യവുമെന്നുള്ള ഈ മുൻവിധി പത്രപ്രവർത്തനമല്ല, അതൊരു അജണ്ടയാണ്. സമാധാനം എന്ന വാക്ക് ട്രംപ് ഉച്ചരിച്ചാലും അതിന്റെ ഉള്ളടക്കം ഉപാധികൾ കൊണ്ടും ഭീഷണികൾ കൊണ്ടും നിറഞ്ഞത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. നാറ്റോയുടെ തുടർച്ചയായ വ്യാപനവും റഷ്യൻ അതിരുകളിൽ അമേരിക്കൻ സഖ്യകക്ഷികൾ നടത്തുന്ന സൈനിക പ്രകോപനങ്ങളും ലോകത്തിനു മുമ്പിൽ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് വ്ളാഡിമിർ പുടിനെ മാത്രം സംവാദത്തിന് അയോഗ്യനെന്ന് ചിത്രീകരിക്കുന്നത് തികഞ്ഞ അനീതിയാണ്. ലോകമെമ്പാടും അധിനിവേശങ്ങളുടെയും അട്ടിമറികളുടെയും രക്തരൂക്ഷിതമായ ചരിത്രമുള്ള ഒരു രാജ്യം മറ്റൊരാൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് പരിഹാസ്യമാണ്. റഷ്യയുടെ സുരക്ഷാ ആശങ്കകളെ പരിഗണിക്കാതെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ രീതിയാണ് യഥാർത്ഥത്തിൽ സമാധാനത്തിന് തടസ്സമാകുന്നത്. സ്വന്തം രാജ്യത്തെ സൈനിക വ്യവസായ സമുച്ചയങ്ങൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി യുക്രൈനിൽ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. റഷ്യ ചർച്ചകൾക്ക് തയ്യാറാകുമ്പോഴെല്ലാം പുതിയ ആരോപണങ്ങളുമായി വന്ന അന്തരീക്ഷം കലുഷിതമാക്കുന്നത് അമേരിക്കയുടെ സ്ഥിരം തന്ത്രമാണ്. പുടിനെ ഒരു ഏകാധിപതി എന്ന് വിളിക്കുന്നതിലൂടെ ലോക പോലീസുകാരൻ എന്ന തങ്ങളുടെ പഴയ പദവി വീണ്ടെടുക്കാമെന്ന മോഹത്തിലാണ് അമേരിക്ക. എന്നാൽ ആധുനിക ലോകക്രമം ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ട്രംപ് കാണിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ എഡിറ്റോറിയലുകൾ പങ്കുവെച്ചുകൊണ്ട് നയതന്ത്രം നടത്തുന്ന ട്രംപ് ലോകത്തെ ഒരു വലിയ റിയാലിറ്റി ഷോ ആയാണ് കാണുന്നത്. ഗൗരവകരമായ ചർച്ചകൾക്ക് പകരം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കും മാധ്യമ അജണ്ടകൾക്കും മുൻഗണന നൽകുന്നതിലൂടെ അമേരിക്കയുടെ വിശ്വാസ്യത പാതാളത്തോളം താഴുകയാണ്. റഷ്യ ഉയർത്തുന്ന ന്യായമായ സുരക്ഷാ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് പകരം പുടിനെ പൈശാചികവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് വെളിപ്പെടുത്തുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് റഷ്യയെ തളർത്താമെന്ന അമേരിക്കൻ വ്യാമോഹം ഇതിനോടകം തന്നെ പരാജയപ്പെട്ടു കഴിഞ്ഞു. ഇനിയും ഇത്തരം നാടകങ്ങൾ തുടരുന്നത് അമേരിക്കയെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയുള്ളൂ. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളുടെ രഹസ്യ റിപ്പോർട്ടുകൾ എന്ന ലേബലിൽ പുറത്തുവരുന്ന വിവരങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാൻ ലോകം ഇനി ഒരുക്കമല്ല. ഇറാഖിൽ വ്യാപക നാശായുധങ്ങൾ ഉണ്ടെന്ന പച്ചക്കള്ളം ലോകത്തിനു മുമ്പിൽ വിളമ്പി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചോര വീഴ്ത്തിയ അതേ അമേരിക്കൻ ഇന്റലിജൻസ് സംവിധാനങ്ങളാണ് ഇന്നും റഷ്യക്കെതിരെ തിരക്കഥകൾ രചിക്കുന്നത്. അന്ന് സദ്ദാം ഹുസൈനെതിരെ ഇല്ലാത്ത ആയുധങ്ങളുടെ കഥമെന്ന CIA ഇന്ന് രാഷ്ട്രീയ യജമാനന്മാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ റഷ്യക്കെതിരെ തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ പടച്ചുവിടുകയാണ്. സംശയമുന്നയിക്കുന്നത് നയതന്ത്രത്തിന്റെ ഭാഗമാകാം. എന്നാൽ അന്ധമായ റഷ്യൻ വിരോധം വെച്ച്
തെളിവുകളെ വളച്ചൊടിക്കുന്നത് നീതിയല്ല, മറിച്ച് ആഗോളതലത്തിൽ നടത്തുന്ന ഒരു വലിയ ചതിയാണ്. മുതലക്കണ്ണീർ എന്ന പരിഹാസം തിരിച്ചു ചോദിക്കപ്പെടേണ്ടതാണ്. സിറിയ മുതൽ ലിബിയ വരെ അമേരിക്ക നടത്തിയ ഇടപെടലുകൾ എത്ര മനുഷ്യജീവിതങ്ങൾ തകർത്തുവെന്ന് ലോകം കണ്ടതാണ്. ഉപരോധങ്ങൾ വഴി സാധാരണ ജനങ്ങളെ ശിക്ഷിക്കുന്ന നയം പിന്തുടർന്ന ചരിത്രം അമേരിക്കയുടേതാണ്. അത്തരം പശ്ചാത്തലത്തിൽ നിന്ന് റഷ്യക്ക് നൈതിക പാഠങ്ങൾ നൽകാൻ അമേരിക്ക മുന്നോട്ട് വരുമ്പോൾ അത് പരിഹാസമായി മാത്രമേ തോന്നൂ. റഷ്യയുടെ നിലപാട് ലളിതമാണ്. അത് സ്വന്തം പരമാധികാരവും സുരക്ഷയുമാണ്. അതിരുകളിലെ ഭീഷണികൾ വർദ്ധിക്കുമ്പോൾ പ്രതികരിക്കുന്നത് ഏതൊരു രാജ്യത്തിന്റെയും അവകാശമാണ്. പുടിനെ ഒരു തുറക്കേണ്ട ബിസിനസ് അവസരമല്ല എന്ന് വിശേഷിപ്പിക്കുന്ന എഡിറ്റോറിയൽ ഭാഷ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ വ്യാപാര ഇടപാടായി മാത്രം കാണുന്ന അമേരിക്കൻ മനോഭാവത്തെ വെളിപ്പെടുത്തുന്നു. ട്രംപിന്റെ റഷ്യ വിമർശനം ധാർമ്മിക ഉന്നതത്വത്തിന്റെ ശബ്ദമല്ല, അത് അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ കണക്കുകൂട്ടലുകളാണ്. റഷ്യയെ സ്ഥിരം പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഈ നാടകത്തിൽ പുറത്തുവരുന്നത് അമേരിക്കയുടെ ഇരട്ടത്താപ്പും പാശ്ചാത്യ മാധ്യമങ്ങളുടെ തിരഞ്ഞെടുക്കുന്ന സത്യങ്ങളും തന്നെയാണ്. യുദ്ധത്തിന്റെ ചൂട് കുറയണമെങ്കിൽ പരിഹാസവും ഉപരോധവുമല്ല, മറിച്ച് പരസ്പര ബഹുമാനവും സുരക്ഷാ ആശങ്കകളുടെ അംഗീകാരവുമാണ് വഴി.